നമ്മുടെ കന്യാകുമാരി കശ്മീർ റൈഡിന് നമ്മുടെ ഹിമാലയനിൽ ഞാൻ എന്തൊക്കെ ആക്സസറൈസ് ചെയ്തു നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മെജോറിറ്റി ആക്സസറീസും 66 BHP എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആക്സസറീസാണ്. അത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ LRL മോട്ടോഴ്സ് കൊച്ചിയിൽ നിന്നും അതേപോലെ ബാംഗ്ലൂരിലെ റൈഡേഴ്സ് അറീന എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നുമാണ്. മെജോറിറ്റി ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ക്രാഷ് ഗാർഡ്. ഇത് 66 BHPൻ്റെ ക്രാഷ് ഗാർഡാണ്. ഇത് ലേറ്റസ്റ്റ് മോഡൽ ഹിമാലയൻ്റെ ആണ്. കാണുമ്പം തന്നെ അറിയാം വണ്ടീൻ്റെ ലുക്ക് അങ്ങ് മാറി, ഒരു ജൈഗാൻറ്റിക് ലുക്കായി. അടിപൊളി സാധനം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5-6 തവണ വണ്ടി വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പാനിയറും നമ്മുടെ ഈ ക്രാഷ് ഗാർഡും കൂടിയാണ് ആ ഇമ്പാക്റ്റ് ഒക്കെ എടുത്തത്. സോഫാർ ക്രാഷ് ഗാർഡിന് ഒരു തരത്തിലുള്ള ബെൻഡോ സ്ക്രാച്ചോ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്നറിയില്ല. നെഗറ്റീവ് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ക്രാഷ് ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള നമ്പർ പ്ലേറ്റ് കാണൂല. അപ്പോൾ ഇത് നമ്മൾ അഴിച്ചിട്ട് ഇനി ഫ്രണ്ടിലേക്ക് വെക്കേണ്ടി വരും. അതിനാന്ന് തോന്നുന്നു ഈ 2 സ്പേസ് അവർ തന്നേക്കുന്നത്. സോ ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ക്രാഷ് ഗാർഡ്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഗ്രില്ലാണ്. ഇതും 66 BHPൻ്റെ ആണ്. ഇവർക്ക് ഇഷ്ടംപോലെ വേരിയൻസ് ഉണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു മോഡലാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണിയൊക്കെ ഇവിടെ വന്ന് ഇടിച്ചിടിച്ച് നമ്മുടെ ഈ ഗ്ലാസ്സിൽ ഫുൾ അതിൻ്റെ ചോരയൊക്കെ പറ്റി പിടിച്ചെടുക്കാം. അത് ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതർവൈസ് അടിപൊളി സാധനമാണ്. പിന്നെ ഞാൻ ഈ റൈഡിനല്ല, അതിന് മുന്നേ യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു സാധനമാണ് നമ്മുടെ മാഡ് ഡോഗിൻ്റെ സ്കൗട്ടെക്സ് എന്ന് പറയുന്ന ഓക്സ് ലൈറ്റ്. നല്ല അടിപൊളി സാധനമാണ്, നല്ല വിസിബിലിറ്റിയാണ്. നമ്മുടെ ഹിമാലയൻ്റെ സ്റ്റോക്ക് ലൈറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാത്തത് കൊണ്ട് ഇത് ഫിറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഫോഗിൻ്റെ സമയത്തൊന്നും ആക്സിഡൻ്റ് ആവാതെ സേഫായിട്ട് റൈഡ് ചെയ്യാൻ പറ്റി. ഇതിന് 2 തരത്തിലുള്ള കവറിങ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ യെല്ലോ ഫിൽറ്ററാണ്. അതാണ് ഫോഗിൻ്റെ സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. നമ്മൾ റൈഡിൻ്റെ സമയത്ത് നമ്മുടെ യെല്ലോ ഫിൽറ്റർ എടുക്കാൻ മറന്നുപോയി. പക്ഷെ എന്നാൽ പോലും നല്ല വിസിബിലിറ്റി ആയിരുന്നു. പക്ഷേ ഞാൻ ഫോഗിൻ്റെ സമയത്ത് ഹൈലി റെക്കമെൻഡ് യെല്ലോ ഫിൽറ്റർ. പിന്നെ പകൽ സമയങ്ങളിൽ നമ്മൾ മാക്സിമം ഇത് കവർ ചെയ്ത് ഓടിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ഫുള്ള് പൊടി പറ്റി പിടിച്ച് ചെളിയൊക്കെ ആയിട്ട് രാത്രിയാകുമ്പോൾ ഇതിന് കാണാൻ പറ്റില്ല, നമുക്കൊന്നും കാണില്ല. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിർത്തി വീണ്ടും ക്ലീൻ ചെയ്ത് ആക്കുന്നതൊരു പണിയാണ്. ഇതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്ലാമ്പും വയറിങ്ങും അതേപോലെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ അടുത്തുള്ള ഈ സ്വിച്ചുമാണ്. ഹൈ ക്വാളിറ്റിയാണ്, വാട്ടർ പ്രൂഫാണ്, നൈസാണ്. പിന്നെ ഞാൻ കൊണ്ടുപോയത് ഈ 2 ജെറി ക്യാൻസ് ആണ്. ഒന്നിൽ വെള്ളവും ഒന്നിൽ പെട്രോളും നിറക്കാൻ വേണ്ടിയിട്ടാണ്. 5 ലിറ്ററിൻ്റെയാണ് ഈ ജെറി ക്യാൻ വരുന്നത്. പക്ഷെ നമുക്കത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല. ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തുറന്നിട്ട് ഈ ഒരു സിസ്റ്റം വെച്ച് നമുക്കിതൊരു ഫണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതിനകത്തുനിന്ന് നമുക്ക് ടാങ്കിലേക്ക് പെട്രോൾ ഒഴിക്കാൻ ഈ ഒരു ഫണൽ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് വർക്കാവോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് ഞാൻ ചെയ്തത് നമ്മുടെ LRL മോട്ടോഴ്സ് കൊച്ചിയിൽ നിന്നാണ്. എനിക്കൊരു ഇത് തോന്നിയത് അവിടെ ഇതിൻ്റെ ക്ലാമ്പ്, ഇത് നമ്മുടെ BS4 ഹിമാലയൻ ആയതുകൊണ്ട് ഇതിൻ്റെ ക്ലാമ്പ് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. സോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മുടെ റൈഡേഴ്സ് അറീന ബാംഗ്ലൂർ എത്തിയിട്ട് നമ്മൾ ഈ 66 BHPൻ്റെ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഒന്നിക്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. സോ അവിടെ നിന്ന് അവരിത് പുതിയ വേറൊരു ക്ലാമ്പൊക്കെ വെച്ചിട്ട് റീഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് എനിക്കൊരു പ്രശ്നം തോന്നി. അതേപോലെ എനിക്ക് ഈ കളറ് വാങ്ങിക്കഴിഞ്ഞിട്ട് റെഡ് മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ട്. ശ്രീനഗർ വരെ നിങ്ങൾക്ക് പെട്രോള് ഇഷ്യൂസ് ഉണ്ടാവില്ല. തിരിച്ച് വരുമ്പോഴായിരുന്നു നമുക്ക് ആ ഒരു ഹൈവേ, ഒരു ലോങ് സ്ട്രെച്ച് പണി നടക്കുന്ന ഹൈവേ ആയതുകൊണ്ടാണ് അവിടെ പെട്രോൾ കിട്ടാതിരുന്നത്. സോ അവിടെ മാത്രമേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് ഇത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ നക്കിൾ ഗാർഡാണ്. ഇത് മെറ്റലിൻ്റെ നക്കിൾ ഗാർഡാണ്. സോ നമുക്ക് വീണ് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റോ പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ ബോഡിയിലേക്ക് വരുന്നില്ല. എല്ലാം ഇത് പ്രൊട്ടക്റ്റ് ചെയ്തോളും. നിങ്ങൾ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്റ്റൻഷൻ ഉള്ള സാധനം തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിങ്ങനെ ഹാൻഡിൽ ബാർ വളക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ വിൻഷീൽഡും ഈ ഒരു നക്കിൾ ഗാർഡും തമ്മിലുള്ള സ്പേസ് വളരെ കുറവാണ്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ എക്സ്റ്റൻഷൻ ഇല്ലെങ്കിൽ നമുക്കിതിവിടെ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ അത് ശ്രദ്ധിക്കുക. ഇത് സിംഗിൾ പീസ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ വണ്ടിയിൽ ഈ ഒരു ഹാൻഡിൽ ബാർ റേസറാണ്. ഇത് ഏകദേശം 2 ഇഞ്ച് എങ്ങാനും ഉണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല കംഫർട്ടബിളാണ്. ഇതിന് മുന്നേ എനിക്ക് ഷോൾഡർ പെയിനും ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കര പെയിനൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇത്രയും ലോങ് പോയിട്ടും പ്രത്യേകിച്ച് ഒരു ഷോൾഡർ പെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടയർഡ്നെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ നല്ല സാധനമാണ്, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഹിമാലയനിൽ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഒരു LGP എന്നാണ് ഇതിൻ്റെ ബ്രാൻഡും തോന്നുന്നു. ഈ ഒരു മൊബൈൽ ഹോൾഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വയേർഡ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും പറ്റും. പക്ഷേ എൻ്റെ അടുത്ത് കുറേ പേര് ഇതിനകത്ത് ഫോൺ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ OISൻ്റെ ഫോണാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ പോവും. അതുകൊണ്ട് ഞാനൊരു ബേസിക് സ്മാർട്ട് ഫോണാണ് വെച്ചത്. അതേപോലെ എനിക്ക് ഇതിൻ്റെ അത് പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയേർഡ് ചാർജിങ് ഒരു ആംഗിളിൽ വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതേപോലെ നമുക്ക് ഫോണിൽ കേസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റില്ല, കേസ് ഊരി മാറ്റിയിട്ട് വേണം വെക്കാൻ. വയർലെസ് ചാർജിങ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ നമ്മൾ മാപ്പും വെച്ച് ചാർജും ചെയ്യുന്ന സമയത്ത് ചാർജ് കയറുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെഫ്റ്റ് പ്രൂഫാണ്, നമുക്ക് ആർക്കും അങ്ങനെ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല. ഫോൺ നമ്മുടെ ടാങ്ക് ബാഗിലൊക്കെ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക ഇങ്ങനൊരു സ്ഥലത്ത് ഈ ഒരു ഫോൺ ഹോൾഡറിൽ വെച്ചിട്ട് ഓടിക്കാനാണ്. എനിക്ക് കംഫർട്ടബിൾ ഇവിടെ വെച്ച് ഓടിക്കാനാണ്. നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് നമുക്കിത് മാറ്റാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഓടിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു മോട്ടെക് എന്ന് പറയുന്ന ടാങ്ക് ബാഗാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടാങ്ക് ബാഗ് പോലല്ല, ഇതിന് നമുക്കൊരു സെപ്പറേറ്റ് ക്ലാമ്പ് ഉണ്ട്. അവിടെ ഇവരുടെ ഈ ഒരു ഹൈ പവേർഡ് മാഗ്നറ്റ് നമ്മളിവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിത് നല്ല ഫിക്സ് ആയിട്ടിരിക്കും. ഹാർഡ് ഷെല്ലാണ്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിനകത്ത് മെജോറിറ്റി ഞാൻ കൊണ്ടുപോയത് നമ്മുടെ ക്യാമറ ആക്സസറീസും അതേപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ വാട്ടർ പ്രൂഫ് കവറിങ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നം എന്താണെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ഫോൺ വെക്കേണ്ട സ്പേസ് ആണ്, നമ്മളെ ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ഫോണാണെങ്കിൽ ഫോണിൻ്റെ താഴത്തെ പോർഷൻ കവറാവും. അപ്പോൾ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ട്, എത്ര സമയം ട്രാവൽ ചെയ്യാനുണ്ട്, അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അതും എനിക്ക് കുറച്ചൊരു പണിയായിട്ട് തോന്നി. വേറൊരു മെയിനായിട്ട് ഇവരുടെ ഒരു ഇന്നോവേറ്റീവ് എനിക്ക് വേറെ ഏത് ടാങ്ക് ബാഗിലും തോന്നാത്തൊരു കാര്യം ഈ ഒരു ആൻറ്റി തെഫ്റ്റ് ക്ലിപ്പാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ ഈ സ്ട്രോങ് മാഗ്നറ്റ് കാരണം പ്രത്യേകം ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ ഇത് നമുക്ക് എടുക്കാനും പറ്റുള്ളൂ. ഈസിലി അങ്ങനെ നമുക്ക് പറ്റില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. സോ ഈ ഒരു ക്ലിപ്പിങ്ങും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ച് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടിയായി. ഈ ടാങ്ക് ബാഗ് നമുക്ക് കിട്ടിയത് നമ്മുടെ ബാംഗ്ലൂരിലുള്ള റൈഡേഴ്സ് അറീനയെന്നാണ്. അവരുടെ തന്നെ ബ്രാൻഡാണിത്, ഈ മോട്ടെക് എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു ബ്രാൻഡാണ്. ഇതൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നി. ഈ ടാങ്ക് ബാഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാമ്പ്, ഇത് ഓരോ വണ്ടിക്കും ഓരോ ക്ലാമ്പാണ്. ഇത് നമുക്ക് സൈഡ് ബാഗായിട്ടും ബാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് സൈഡ് ബാഗായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നല്ല പ്രൊഡക്റ്റാണ്. ഷേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് സൈഡിൽ ലെജൻസ് ഓൺ റോൾ ആൻഡ് ദിസ് ഇസ് ദെയർ ബ്രാൻഡ് മോട്ടെക്. എനിക്ക് ഡെയിലി മെസ്സേജ് വരുന്നൊരു കാര്യമാണ്, നിങ്ങളെങ്ങനെ ഇത്രയും ലോങ് റൈഡ് പോകുന്നു, വൈബ്രേഷൻ അടിക്കുന്നില്ലേ, നടുവേദന എടുക്കുന്നില്ലേ? എനിക്കങ്ങനെ പറയാൻ മാത്രമുള്ള ബാക്ക് പെയിനും ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ്റെ ടൂറിംഗ് സീറ്റാണ്. ഇതിൻ്റെ പേര് ടൂറിംഗ് സീറ്റ് എന്നാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, ഞാൻ കുറച്ച് നാളായി ചെയ്തിട്ട്. സോ ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കിട്ടും. നല്ല കംഫർട്ടബിളാണ്, വൈബ്രേഷൻ ഇല്ല, നല്ല സുഖമാണ്. ലോങ് റൈഡ് പോകുന്നവർക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് ഹിമാലയൻ്റെ ടൂറിംഗ് സീറ്റ്. ഞാൻ ഈ ടൂറിംഗ് സീറ്റ് ഫ്രണ്ടിലും ചെയ്തിട്ടുണ്ട്, ബാക്കിലും ചെയ്തിട്ടുണ്ട്. വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, നല്ല കംഫർട്ടബിളാണ്. നമ്മുടെ ടൂറിംഗ് സീറ്റിൻ്റെ കൂടെ ഞാൻ നമ്മുടെ പില്ലിയൻ റൈഡറിന് കൊടുത്തൊരു സപ്പോർട്ടാണ് ഈ ഒരു മോട്ടോ ഗോൾഫിൻ്റെ ഒരു എയർ സീറ്റ് എന്നാണെന്ന് തോന്നുന്നു പറയാം. ഹിമാലയൻ ഓടിക്കുന്നവർക്കറിയാം, ഫ്രണ്ടിൽ നമ്മളിരുന്ന് ഓടിക്കുമ്പം ഒരു കുഴിയിലൊക്കെ വീണേന്ന് നമ്മളതറിയില്ല, പക്ഷെ നമ്മുടെ പുറകിലുള്ളവർക്ക് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഒഴിവാക്കാനാണ് ഞാൻ ഈ ടൂറിംഗ് സീറ്റിൻ്റെ കൂടെ ഈ ഒരു എയർ സീറ്റും കൂടി കൊടുത്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്നറിയോ? ഇത് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യും ഡിഫ്ലേറ്റ് ചെയ്യും ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്ത ഫിഗോ ഫ്ലോട്ടൊക്കെ ഊതിയിട്ട് വേണം കാറ്റ് നിറക്കാൻ. പക്ഷേ ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് കാറ്റ് നിറക്കാനും പ്രസ് ചെയ്തിട്ട് തന്നെ ഡിഫ്ലേറ്റ് ചെയ്യാനും രണ്ട് സൈഡിൽ രണ്ട് ഓപ്ഷൻസും ഉണ്ട്. ഇത് ഫ്രണ്ട് സീറ്റിൻ്റെ ഷേപ്പിലുള്ളത്, അത് ഞാൻ തിരിച്ച് ബാക്ക് സീറ്റിൽ ഇട്ടതാണ്. അപ്പോൾ ബാക്ക് സീറ്റിന് ആയിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനെന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് ഞാൻ നമ്മുടെ പില്ലിയൻ റൈഡറിന് ചെയ്ത് കൊടുത്തത് ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ ഒരു സപ്പോർട്ടാണ്. ഇതിൽ കാല് വെച്ചിട്ട് ഇരിക്കുന്നതിന് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും, കുറച്ചുകൂടി സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ. സോ ഇത് 66 bhp തന്നെയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫുട്ടിൻ്റെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രം കാണുക. ചവിട്ടി കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ മാക്സിമം ഇതിനകത്ത് തന്നെ ചവിട്ടി കയറുക. ഇത് ജസ്റ്റ് ഒരു സപ്പോർട്ട്, നമ്മുടെ കാലിൻ്റെ ബാക്കിയുള്ള പോർഷൻ വെക്കാനുള്ളൊരു സപ്പോർട്ടായിട്ട് കാണുക. നമ്മളൊരു പ്രാവശ്യം ഇതിനകത്തും ചവിട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ബെൻഡ് ഉണ്ട്. സോ നല്ലതാണ്, കംഫർട്ടബിളാണ്, നല്ല സ്പേസ് കിട്ടി കാല് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും വൈബ്രേഷൻ അറിയുന്നുണ്ട്. ഇത് വെച്ചതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് അറിയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പഴയതുപോലെ മര്യാദക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റുന്നില്ല, കാല് കൊള്ളുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ആക്സസറീസിൻ്റെ വീഡിയോസിലും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ പാനിയേഴ്സ്. 66 bhp പാനിയേഴ്സാണിത്. ഇത് 45 ലിറ്ററിൻ്റെ ടോപ്പ് ബോക്സും 37 ലിറ്റേഴ്സിൻ്റെ പാനിയറുമാണ് ഇതുള്ളത്. സോ നമ്മൾ ഈ കാണുന്ന ഭീമാകാരത്തൊന്നും ഇതിനകത്തില്ല. ഉള്ളിൽ നമ്മുടെ കുഷ്യൻ ലൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു സ്പേസ് ഇല്ല. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ വിൻ്റർ ജാക്കറ്റ്, ക്ലോത്ത്സ്, ക്യാമറ ആക്സസറീസ്, ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് ഇതിനകത്തായിരുന്നു. നല്ല സേഫാണ് ഈ സാധനം. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ പലപ്പോഴും ഇത് വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ
റൂമിൽ പോയി കിടന്നുറങ്ങിയത്. നല്ല സേഫാണ്. നമുക്ക് എവിടെയെങ്കിലും ഇത് ധൈര്യമായിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് കുറച്ച് ദൂരെയൊക്കെ പോകുന്നതിന് പ്രശ്നമില്ല. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ഇടാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലിറ്ററലി ഞങ്ങൾ ഇട്ടിട്ടില്ല സെൻറ്റർ സ്റ്റാൻഡിൽ. സോ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെയാണ്. നമ്മളിപ്പോൾ വണ്ടി വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ കൂടെ ഈ പാനിയറും ചേർന്നിട്ടാണ് ഈ ഇമ്പാക്റ്റ് എടുക്കുന്നത്. അതുകൊണ്ട് വണ്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കാലൊന്നും കൊടുക്കുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. വീഴുമ്പോഴും വേദന എടുക്കില്ല, സുഖമായിരുന്നു. ഈ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന സമയത്ത് ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സാഡിൽ ബാഗ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്, ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോഴേക്കും ഇതൊക്കെ തുറന്ന് ആരെങ്കിലും എടുക്കുമെന്ന്. പക്ഷേ ഇത് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഒരു ടെൻഷനും ഇല്ല. ഇത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകുന്നു, ആർക്കും തുറക്കാനും പറ്റില്ല, പെട്ടെന്ന് എടുത്തിട്ട് പോകാനും പറ്റില്ല. പിന്നെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്തൊക്കെ എടുക്കണം, അതൊന്നും ആരും ചെയ്യാൻ നിൽക്കില്ലല്ലോ. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങളെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ എടുത്തിട്ട് പോകുന്നത്, പൈസ ഉള്ളതുകൊണ്ടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് തരുന്ന സേഫ്റ്റി സെക്യൂരിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പാനിയർ, ഈ ഒരു ഇത്രയും വലിയ പാനിയർ എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഞങ്ങൾ 2 പേരുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ സാധനത്തിൻ്റെ ആവശ്യം വരുന്നത്. നിങ്ങൾ സോളോ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചെറിയ സൈസും കാര്യങ്ങളൊക്കെ മതിയാവും. പക്ഷേ പാനിയർ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാരാണെങ്കിൽ. ഇത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ 2 പേര് എങ്ങനെ ഇരിക്കുന്നത്, സ്പേസ് ഉണ്ടോയെന്നൊക്കെ. ഇത് കുഷ്യനാണ്. ഇത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. നമ്മുടെ 66 BHPൻ്റെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുഷ്യനാണ്. അപ്പോൾ പില്ലിന് ചാരി ഇരുന്ന് സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ പാനിയർ എടുക്കാതെ പോകുന്ന സമയത്ത് നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബാക്കിലേക്ക് മറിഞ്ഞു പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാകും. കാരണം ഇത്രയും നാൾ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇരുന്നത്. ഇത് നമ്മൾ ഊരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും, നമ്മൾ ബാക്കോട്ട് മറിഞ്ഞു വീഴുമെന്ന്. ഇതിൽ വേറൊരു കാര്യം, ഇതിൻ്റെ സാഡിൽ സ്റ്റേ ആണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ സാഡിൽ സ്റ്റേ ആണ്. ഞാൻ പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാഡിൽ സ്റ്റേ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെൽഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം കൊണ്ടുപോയത്. കാരണം റോയൽ എൻഫീൽഡിൻ്റെ സാഡിൽ സ്റ്റേ കുറച്ചുകൂടി ചെറുതാണ്. നമ്മൾ ഇത്രയും വലിയ പാനിയർ വെക്കണമെങ്കിൽ കുറച്ചുകൂടി വലിയ സ്റ്റേ വേണം. സോ അതുകൊണ്ടാണ് അങ്ങനെ വെൽഡ് ചെയ്തിട്ട് ചെയ്തത്. ഈ ടോപ്പ് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാരിയറിൻ്റെ മേലെ ഒരു സെപ്പറേറ്റ് പ്ലേറ്റും കൂടി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പ് ബോക്സ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വാങ്ങിയൊരു സാധനമാണ് നമ്മുടെ ഡേർട്ട് സാക്കിൻ്റെ പാനിയർ എക്സ്പാൻഷൻ പോഡ്. ഇത് നമ്മുടെ പാനിയറിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ 2 പേരുടെ 2 ജോഡി ചെരുപ്പ്, 2 ചെരുപ്പും 2 ഷൂസുമാണ് കൊണ്ടുപോയത്. അപ്പം യൂസ് ചെയ്യാത്ത 2 പേര് നമ്മൾ വെക്കുന്നത് ഇതിനകത്താണ്. അതേപോലെ നമ്മുടെ മോട്ടോറെക്സിൻ്റെ ചെയിൻ ലൂബ്, ചെയിൻ ക്ലീനർ, ഹെൽമെറ്റ് ക്ലീനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ കുറേ ടൂൾസ്, സ്പാനർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ജനറിക് സാധനമാണ്. ഇത് ഏത് പാനിയറിൻ്റെ മേലെ നമുക്ക് വെൽക്രോ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഈസിയാണ്. ഇത് ജസ്റ്റ് ഈ ഒരു സ്പേസിൽ നമ്മളിത് വെക്കുക, എന്നിട്ട് വെൽക്രോ വെച്ചിട്ട് ഒട്ടിക്കുക. പിന്നെ ഇത് വരുന്നത് ഹാർഡ് ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഷേപ്പ് മാറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ ഇതിനകത്തൊരു വാട്ടർ പ്രൂഫ് കവർ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. അതേപോലെ നമുക്കിതിൻ്റെ ഹൈറ്റ് ഇത്രയും നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ചെറുതാക്കാനും പറ്റും. ലോങ് ഡിസ്റ്റൻസ് പോകുന്ന കുറേ നാൾ പോകുന്നവർക്ക് കുറേ സ്പേസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. നെഗറ്റീവും കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഇതിൻ്റെ മേലെ ഈ ഒരു സ്പേസിൽ നമ്മൾ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 പേരാകുമ്പോൾ നമ്മുടെ ഹൈഡ്രേഷൻ പാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ അതിന് ടേസ്റ്റും എനിക്ക് അത്ര പിടിക്കുന്നില്ല. ഒരുമാതിരി ഒരു റബ്ബറിൻ്റെ ഒക്കെ ടേസ്റ്റാണ് വെള്ളത്തിന്. സോ അതുകൊണ്ട് നമ്മൾ വാട്ടർ ബോട്ടിൽ വെച്ചു. അതേപോലെ നമ്മൾ ടെൻറ്റിൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അതും നമ്മൾ ഫിക്സ് ചെയ്തത് ഇതിൻ്റെ മേലെയാണ്. ഇത് വെച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുന്ന പോലെ ട്രാവൽ ചെയ്യാൻ പറ്റും. സ്പേസിനോ ഇരിക്കുന്നതിനോ പില്യണിനോ, ഞാനും പില്യണായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഇതിരിക്കുമ്പോൾ, ഇത് ഉണ്ടായതിനെ കൊണ്ട്. ഇത് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പാനിയർ ഊരുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഊരി മാറ്റേണ്ട കാര്യമില്ല. പാനിയറിൻ്റെ കൂടെ തന്നെ ഇത് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. കാരണം നല്ല സ്ട്രോങ് വെൽക്രോ ആണ് കേട്ടോ. ഐ മസ്റ്റ് സേ, ഒന്ന് അനങ്ങ പോലും ചെയ്യില്ല. ഇത് ബാക്കിലിരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ല രസമാണ്. നിങ്ങളും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന ആൾക്കാരാണ്, സ്പേസിൻ്റെ ഇഷ്യൂ ഉണ്ട്, 2 പേര് ഒരുമിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഡേർട്ട് സാക്ക് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഗ് പോളിൻ്റെ ഒരു മൗണ്ടാണ്. ഇവിടെ ഫ്ലാഗ് പോൾ വരും, അതിൻ്റെ മേലെ ഫ്ലാഗ് വരും. ഇത് നമ്മൾ LRL മോട്ടോഴ്സ് എന്നാണ് ചെയ്തത്. ടൈറ്റാനിയം ആണ് ഈ മെറ്റൽ വരുന്നത്. ഇതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെ വരുന്നത് ടൈറ്റാനിയത്തിലാണ്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ഇവിടെ ഒരു സ്ക്രൂ വരും, അതിൻ്റെ മേലാണ് നമ്മുടെ പോൾ വരുന്നത്. അപ്പം എല്ലാ ദിവസവും ഇത് ടൈറ്റ് ആക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ കൊണ്ട് ഈ പോൾ ഇങ്ങനെ ചെരിഞ്ഞ് നട്ടൊക്കെ ലൂസായിട്ട് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഊരിപ്പോയി. അതുകൊണ്ട് തന്നെ കാശ്മീരിലെത്തുമ്പോഴത്തേക്ക് ഈ സ്ക്രൂ ഇല്ല. ഇപ്പോഴും നമ്മുടെ അടുത്ത് സ്ക്രൂ ഇല്ല. കാശ്മീരിലെത്തുമ്പോഴത്തേക്ക് ഈ സ്ക്രൂ നമ്മളെ നിന്ന് എവിടെയോ മിസ്സായിപ്പോയി. സോ
അതൊരു പ്രശ്നമുണ്ട്. ലുക്ക് വൈസ് നല്ല അടിപൊളി സാധനമായിരുന്നു, പക്ഷേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം 2000 റുപ്പീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് നഷ്ടമായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് ട്രാവൽ ചെയ്യണമെന്ന്, പക്ഷേ വാട്ട് ടു ഡു. എനിക്ക് ഏറ്റവും കൂടുതൽ ക്വയറി വന്ന വേറൊരു സാധനമാണ് നിങ്ങൾ ഈ 360 എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. 360 മൗണ്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഇൻസ്റ്റാ 360ൻ്റെ മോട്ടോർ സൈക്കിൾ ബണ്ടിൽ എന്നുണ്ട്. ഇപ്പോൾ അത് ആമസോണിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. കുറേ പേര് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. സോ ഇത് മോട്ടോർ സൈക്കിൾ ബണ്ടിൽ ഈ ഇൻസ്റ്റാ 360ൻ്റെ തന്നെയാണ്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം, ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഓക്കെയാണ്. പക്ഷേ 360 ക്യാമറ കൊണ്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് വേണ്ട രീതിയിലൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കുറവാണ്. സോ ഇൻസ്റ്റാ 360 മോട്ടോർ സൈക്കിൾ ബണ്ടിൽ, അതാണ് ഇതിൻ്റെ പേര്. നമ്മുടെ വണ്ടിയിലപ്പോൾ നമ്മൾ ഇത്രയും ആക്സസറീസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ ആക്സസറീസും എനിക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത റൈഡ് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സിന്, ആക്സസറീസൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ്, ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് എൻ്റെ അടുത്ത് പറയുക, ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. അതേപോലെ നമ്മുടെ റൈഡിൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ വരും, എഡിറ്റിംഗ് ഓൺ പ്രോഗ്രസ്. So bye guys, take care.